ഇനി ഇയാൾ അസുഖം ബാധിച്ചിട്ട് കിടക്കുകയാണ്. ആൾ വളരെ ടയേർഡാണ്, തീരെ വയ്യ. ആ സിറ്റുവേഷനിൽ അയാൾക്ക് പറഞ്ഞ പോലെ തന്നെ മെയിൻ്റനൻസ് എനർജി ആയിരിക്കും ഭൂരിഭാഗം കൊടുക്കുക. മെയിൻ്റനൻസ് എനർജി ഭൂരിഭാഗം എടുത്തു. ഇത് ഫങ്ഷണൽ എനർജിയാണ്. ഈ ഫങ്ഷണൽ എനർജീൻ്റെ തോത് വ്യത്യാസപ്പെടും ഓരോ ഇൽനെസ് അനുസരിച്ചിട്ട്. ഇപ്പോൾ തീരെ ആക്സിഡൻറ്റ് സിവിയർ കേസാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ലൈനായിരിക്കും, വളരെ കുറച്ചേ എടുക്കുകയുള്ളൂ. അതേപോലെ നേരത്തെ പറയാൻ വിട്ടുപോയതൊരു കാര്യം, ഡൈജസ്റ്റീവ് എനർജി വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മെയിൻ്റനൻസ് സ്റ്റാർട്ട് ചെയ്തു, ബോഡിക്കൊരു എനർജി കിട്ടിയപ്പോൾ മെയിൻ്റനൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ള എനർജി, ഇപ്പോൾ ഉള്ള ഭൂരിഭാഗം എനർജിയും മെയിൻ്റനൻസിന് വേണ്ടി ഉപയോഗിച്ചു. ഫങ്ഷൻ എനർജി റെഡ്യൂസ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഫങ്ഷണലായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഡൈജസ്റ്റീവ് എനർജിയും റെഡ്യൂസ് ചെയ്ത് 0 ആയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനോട് അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല. നമുക്ക് ചിലപ്പം സ്മെല്ല് കറക്റ്റായിട്ട് കിട്ടില്ല, ടേസ്റ്റ് തീരെ ഉണ്ടാവില്ല, അതുപോലെ തന്നെ വിശപ്പ് തീരെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഒന്നും കഴിച്ചാൽ തന്നെ എന്തെങ്കിലും ഈ സിറ്റുവേഷനിൽ കഴിച്ചു എന്ന് വിചാരിച്ചാൽ ബോഡി അതിനെ മെയിൻ്റനൻസിൻ്റെ വർക്കിങ്ങിലായതുകൊണ്ട് തന്നെ ആ കഴിച്ച സാധനം പുറന്തള്ളി കളയും. ആ സിറ്റുവേഷനാണ് നമ്മൾ അസുഖം വരുന്ന ടൈമിൽ വോമിറ്റിങ് വരുന്നത്. എന്തെങ്കിലും കഴിച്ചാൽ ബോഡി പറയും ഇപ്പോൾ മെയിൻ്റനൻസിലാണ്, ഇപ്പോൾ ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല, അത് വേസ്റ്റാണ്. ചിലപ്പം വിഷം പോലെ ആക്ട് ചെയ്യുന്നതൊക്കെ ഇപ്പോൾ ഫുഡ് പോയ്സൺ അടിച്ചാൽ നമ്മൾ അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ്ലി വൊമിറ്റ് ചെയ്ത് കളയുന്നത് കണ്ടില്ലേ. അതേപോലെ തന്നെ അത്രയും വേസ്റ്റ് ആയതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ബോഡി അതിനെ റിജക്റ്റ് ചെയ്ത് കളയാണ് ചെയ്യുക. അതാണ് വൊമിറ്റിങ് വരുന്നത്. യൂഷ്വലി ഇത്തരം കണ്ടീഷനിൽ നമുക്ക് നല്ല ക്ഷീണം വരും, എന്തെങ്കിലും കഴിച്ചാൽ അപ്പോൾ വൊമിറ്റ് ചെയ്യും. അതൊക്കെ ഇത് കാരണമാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇതിൽ എൻ്റെ ഒബ്സർവേഷനിൽ വന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇയാൾ കിടപ്പിലല്ല, ഇയാളെന്താണെന്ന് വെച്ചാൽ ഇയാൾ എണീറ്റിരിക്കുന്നതാണ്. ഇയാൾക്ക് മെയിൻ്റനൻസ് സ്റ്റാർട്ടാവുന്ന സ്റ്റേജിലാണ്. ഇപ്പോൾ മെയിൻ്റനൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവും കുറവാണെന്ന് കരുതുക. ഈ സിറ്റുവേഷനിൽ ഫങ്ഷണൽ ഫുള്ള് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ, ഇയാൾ മെയിൻ്റനൻസ് എന്തോ ഒരു എനർജി കിട്ടി ഇയാൾക്ക്, മെയിൻ്റനൻസിൻ്റെ ടൈമായി. അങ്ങനെ ടൈമായപ്പോൾ ഇയാളുടെ ഇത് മെയിൻ്റനൻസ് ആണ് കേട്ടോ, ഇത് മെയിൻ്റനൻസ്, ഇത് ഡൈജസ്റ്റീവ്, ഇത് ഫങ്ഷണൽ. ഓക്കെ, ഈ സിറ്റുവേഷനിൽ ഇത് എൻ്റെ ഒബ്സർവേഷൻ മാത്രമാണ്. അപ്പോൾ ഇതിൽ മെയിൻ്റനൻസ് സ്റ്റാർട്ടായി, ഇത് ഇൻക്രീസ് ചെയ്തിട്ട് ഇവിടെ എത്തി. അപ്പോൾ ഇയാൾക്ക് ചെറുതായിട്ട് കോളിനും പനിയൊക്കെ വരാൻ തുടങ്ങി. ആ സിറ്റുവേഷനിൽ ഇയാൾ പോയിട്ട് നല്ലൊരു ബിരിയാണി കഴിച്ചു. ഇങ്ങനെ കഴിച്ചു. അപ്പോൾ ഇത് ഹെവി ലോഡാണ്, വയറിന് ഹെവി ലോഡാണ്. അപ്പോൾ ഈ ഡൈജസ്റ്റീവ് എനർജി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഈ സിറ്റുവേഷനിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്ന് പറയുന്നത്, ഇപ്പോൾ ഡൈജസ്റ്റീവ് എനർജി ഇത് ഷെയർ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ ഈ മെയിൻ്റനൻസ് എനിക്കിപ്പോൾ പറ്റില്ല എന്ന് പറയും. ഈ ഇൻക്രീസ് ചെയ്ത ഭാഗമല്ലേ, അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഫുഡ് തന്നത്, ഡൈജസ്റ്റീവ് എനർജി ആക്ടിവേറ്റ് ആക്കേണ്ട സിറ്റുവേഷൻ വന്നത്. അപ്പോൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ബോഡി ഒന്നുമില്ലെങ്കിൽ പറയും എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല, ഈ ഫുഡ് ഇപ്പം പറ്റില്ല, അത് ഇനി കളയണം എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ സിറ്റുവേഷനിൽ വോമിറ്റ് ചെയ്ത് കളയും. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഓക്കെ ഇപ്പോൾ കഴിച്ചിട്ട് ഓക്കെ ഈ ഫുഡ് നമുക്ക് പ്രോസസ്സ് ചെയ്യാം, തൽക്കാലം മെയിൻ്റനൻസ് നമുക്ക് നിർത്തിയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് പറയും, ആ ഫുഡിനെ പ്രോസസ്സ് ചെയ്യും, ഡൈജസ്റ്റീവ് ആക്ടിവേറ്റ് ആവും. അപ്പോൾ എനർജി ഷെയറിങ് ഇതിൽ നിന്നുള്ളത് ഇത് റെഡ്യൂസ് ആവും, ഇത് ഇൻക്രീസ് ആവും. അപ്പോൾ ഈ പോയിൻ്റിൽ നിന്ന് ഇത് റെഡ്യൂസ് ആയിട്ട് മെയിൻ്റനൻസ് വളരെ കുറഞ്ഞു വന്നു. ഡൈജസ്റ്റീവ് ഈ പോയിൻ്റിൽ നിന്ന് ഇൻക്രീസ് ചെയ്തിട്ട് ഇവിടെ ആയി. ഇത് ഫങ്ഷണൽ തന്നെ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളെ പനി മാറും, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഇൽനെസ് അവിടെ മാറിയ മാതിരി തോന്നും.
പക്ഷേ ആക്ച്വലി മാറിയതല്ല. ആ എനർജി ഈ പ്രോസസ്സ് അവിടെ നിർത്തി വെച്ചിട്ട് ഡൈജസ്റ്റീവിന് വേണ്ടി ഉപയോഗിക്കും. പിന്നെ ഒരു സാഹചര്യം വേറൊരു എനർജി നമുക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ സാഹചര്യം ശരിയാകുമ്പോൾ ഈ മെയിൻ്റനൻസ് വർക്ക് ചെയ്തിട്ട് വീണ്ടും ആ പനി അവിടെ വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി ഇതുപോലത്തെ വേറൊരു സിറ്റുവേഷനാണ്, സിമിലർ സിറ്റുവേഷനാണ്. ഇയാളുമായി നീച്ചിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് ചെറുതായിട്ട് ഒരു എനർജി കിട്ടി, മെയിൻ്റനൻസിന് എനർജി കിട്ടി. ഇയാൾക്ക് കോൾഡൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കോൾഡ് വരുന്ന ഫീലിങ്ങിൽ ഇയാൾ പോയിട്ട് ഹെവി ആയിട്ടൊരു ഫുട്ബോൾ കളിച്ചു. ഇയാളെന്ത് ചെയ്ത്, ഇപ്പോൾ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. ഇത് ഫങ്ഷണൽ, ഡൈജസ്റ്റീവ് ഇത് മെയിൻ്റനൻസ്. അപ്പോൾ ഇയാൾക്ക് പനി മെയിൻ്റനൻസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് ഫീൽ ചെയ്തു എന്ത്, ഓക്കെ ഒരു പനിയൊക്കെ വരുന്നുണ്ട്, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ജലദോഷം കോൾഡ് പോലൊക്കെ വരുന്നുണ്ട്. ആ സിറ്റുവേഷനിൽ ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ പോയിട്ട് നല്ല ഫുട്ബോൾ കളിച്ചു. നല്ലോണം ഫുട്ബോൾ കളിച്ചു കേട്ടോ. അത് ഫുട്ബോളാണ് ഫുട്ബോൾ കളിച്ചു. അപ്പോൾ ഈ ഫങ്ഷനിലുണ്ടല്ലോ, ഈ ഫങ്ഷനിൽ കുറച്ച് കൂടുതൽ സ്പേസ് വേണം. ഇവിടെ ഇതിന് സ്പേസ് കൊടുത്താൽ, എനർജി ഷെയറിങ്ങിന് സ്പേസ് കൊടുത്താൽ പിന്നെ ഫുട്ബോൾ കളിക്കാൻ കഴിയില്ല. ഫുട്ബോൾ അതിശക്തമായ രീതിയിൽ, ഇതിനെ മറികടക്കുന്ന രീതിയിൽ എനർജി യൂസ് ചെയ്തിട്ട് ഫുട്ബോൾ കളിച്ചു. അപ്പോൾ ബോഡി സിഗ്നൽ കൊടുക്കുന്നത് ഓക്കെ തൽക്കാലം ഇപ്പോൾ ഫുട്ബോൾ കളിച്ചോട്ടെ, നമുക്ക് മെയിൻ്റനൻസ് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ മെയിൻ്റനൻസ് എനർജി പതുക്കാണ്ട് കുറച്ചിട്ട് ഫങ്ഷൻ എനർജി തന്നെ ഫുള്ളായിട്ട് ഉപയോഗിക്കും. കാരണം ഒരു ഫുട്ബോൾ കളിക്കുക അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻ ഫങ്ഷണൽ എനർജീൻ്റെ ഓൾമോസ്റ്റ് ഫുൾ കപ്പാസിറ്റി നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ മെയിൻ്റനൻസിന് അവിടെ റോളില്ല, മെയിൻ്റനൻസ് നടക്കില്ല, എഫക്റ്റീവായിട്ട് നടക്കില്ല, ഒന്നും ചെയ്യില്ല. അപ്പോൾ പനി വരാൻ നിൽക്കുന്ന ടൈമിൽ ഒന്ന് പോയി ഫുട്ബോൾ കളിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെവി ആക്ടിവിറ്റി ഉണ്ടായാൽ ആ പനി അവിടെ മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഇതാണ് എൻ്റെ ഒബ്സർവേഷനിൽ, ഇതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ഡൈജസ്റ്റീവ് മെയിൻ്റനൻസ്. അപ്പോൾ സമ്മറി എന്ന് പറയുന്നത് ഈ എനർജി സിസ്റ്റത്തിൽ ഇത് ഫങ്ഷനിൽ, ഇത് മെയിൻ്റനൻസ്, ഇത് ഡൈജസ്റ്റീവ്, ഇത് ലൈഫ് എനർജിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫങ്ഷനിൽ കൂടി നല്ല ഒരുപാട് ഉപയോഗിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് മെയിൻ്റനൻസ് സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് കുറച്ചിട്ട് മെയിൻ്റനൻസ് സ്റ്റോപ്പ് ചെയ്തിട്ട് വളരെ കുറഞ്ഞ മെയിൻ്റനൻസ് ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. ഈ മൊത്തം എനർജി ഫങ്ഷനിൽ ഉപയോഗിക്കും. അതുപോലെ നമ്മൾ അതിശക്തമായിട്ട് ഒരുപാട് ഫുൾ എമൗണ്ടിൽ നമ്മൾ വയറിന് ലോഡ് കൊടുത്തു, ഡൈജസ്റ്റീവ് എനർജി ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ വന്നാലും ആ ടൈമിൽ ചിലപ്പം മെയിൻ്റനൻസ് എനർജി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിന് ദഹിപ്പിക്കാൻ വേണ്ടി എടുക്കും. അപ്പോൾ മെയിൻ്റനൻസ് എനർജി എന്തായാലും നടക്കേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലോ ഈ കഴിച്ച ഭക്ഷണം വേസ്റ്റായിട്ട് കണ്ടിട്ട് അതിനെ പുറന്തള്ളി വൊമിറ്റ് ചെയ്ത് കളയുകയും ചെയ്യും.